ഹായ് സുഹൃത്തുക്കളെ, ലോക ഫുട്ബോൾ എൻസൈക്ലോപീഡിയ അബ്ബാസുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. അബ്ബാസ് ഇതുവരെ കണ്ട ലോകകപ്പുകളിലെ ഏത് രാജ്യത്തിൻ്റെയാണ് മികച്ച സ്കോറായിട്ട് കാണുന്നത്? വേൾഡ് കപ്പ് തുടങ്ങിയത് 1930 1930 തുടങ്ങി 2026 വരെയുള്ള കാലയളവിലുള്ള ഏറ്റവും മികച്ച സ്കോഡ് എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ 2002 വേൾഡ് കപ്പ് സ്കോഡാണ്. അതായത് ആ ടീമിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഐക്കൺ പ്ലേയേഴ്സ് ആയിരുന്നു. റൊണാൾഡോ നസാരിയോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, കഫു, റൊണാൾഡീഞ്ഞോ, ക്ലബ്ബേഴ്സൻ, ലൂസിയാവോ, ബെനിൽസൺ, മാർക്കോസ്, കക്ക, ലൂയിസ് ഫിലിപ്പ് സ്കൊളാരി എന്ന കോച്ച്. ഈ ടീമാണ് ഞാൻ കണ്ട ഏറ്റവും മികച്ച വേൾഡ് കപ്പ് സ്കോഡ്. ഇനി അങ്ങനത്തെ ഒരു ടീം ലോകത്ത് വരുമെന്ന് എനിക്ക് തോന്നി, പറയാൻ പറ്റൂല, വരാൻ സാധ്യത കുറവാണ്. കപ്പ് നേടി, ആ ടീം കപ്പ് നേടി. എല്ലാം പ്രതിഭാസമ്പന്നര് അല്ലെ. അന്ന് കക്കൊക്കെ ബെഞ്ച് അല്ലെ, കാരണം ആരെ കളിപ്പിക്കുന്ന കോച്ചിനെ. ജർമ്മനിന്റെ വ്യാഖ്യാതനായ ഗോൾ കീപ്പർ ഒലിവർ ഖാൻ പറഞ്ഞ് 90 മിനിറ്റ് റൊണാൾഡോനെ തടഞ്ഞു നിർത്താൻ കഴിയൂല. അതുപോലെ ഇറ്റാലിയൻ ഡിഫൻഡർ ഉണ്ട്, പിന്നെ എസി മിലാൻ കളിച്ചിന് പോളോ മൾഡീനി. റൊണാൾഡോ കളിച്ചത് ഇന്റർ മിലാനായിരുന്നു. ഞാൻ അന്ന് മൾഡീനി പറഞ്ഞു, ഞാൻ നേരിട്ടതിൽ വെച്ച് മികച്ച എതിരാളി ബ്രസീലിന്റെ റൊണാൾഡോ നസാരിയോ എന്നാണ് അന്ന് മൾഡീനി പറഞ്ഞത്. അത്ര നല്ല ടാലന്റ് ഉള്ള സ്ട്രൈക്കർ ആയിരുന്നു റൊണാൾഡോ. അബ്ബാസ് ഏത് ടീമിന്റെ ഫാനാണ്? ഞാൻ ബ്രസീൽ ടീമിന്റെ. ബ്രസീല്. പക്ഷെ ബ്രസീൽ ടീമിന്റെ ഫാനാണെന്ന് വെച്ചിട്ട് ഒരു കടുത്ത അങ്ങനെ ഒരു പക്ഷപാതിത്വം ഒന്നുമില്ല. നമ്മളെ കളി സപ്പോർട്ട് ചെയ്യും അല്ലെ. അതായത് ഫുട്ബോളിലെ എതിരാളികളെ പോലും നമ്മൾ ബഹുമാനിക്കണം എന്ന് പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ കളി കണ്ടിട്ടുള്ളത്. പണ്ട് ഓൾഡ് ട്രാഫോർഡിൽ റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി നടക്കുമ്പോൾ അന്ന് റിയൽ മാഡ്രിഡിൽ റൊണാൾഡോ നസാരിയോന്റെ കളി കണ്ടിട്ട് മാഞ്ചസ്റ്ററിന്റെ ഫാൻസിന് അയാൾക്കും വേണ്ടി കൈയടിച്ചിരുന്നു. അതാണ് ഫുട്ബോൾ, അല്ലാതെ അതിന് വീറും വാശിയല്ല. എതിരാളികളെ കൈയടി പോലും വാങ്ങാൻ പറ്റിയ കളിക്കാരനെ റൊണാൾഡോ നസാരിയോ. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുക, ആ രീതിയൊന്നും ശരിയല്ല അല്ലേ. അന്ന് ഞാൻ ഇന്ന് ഓർക്കണത്, ഈ റൊണാൾഡോക്കും വേണ്ടി കൈയടിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാന്. അയാൾ കളിക്കുന്ന റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്ററിനെതിരെ കളിക്കുമ്പോഴാണ് മാഞ്ചസ്റ്ററിന്റെ കാണികളെ കൈയടിക്കുന്നത്, ഇയാളെ കളി കണ്ടിട്ട്. റൊണാൾഡോ നസാരി അയാളൊരു പ്രതിഭാസമാണ് ഫുട്ബോളിൽ. പിന്നെ അയാളെ പോലെ തന്നെ നല്ലൊരു ടാലന്റുള്ള പ്രതിഭ അഡ്രിയാനോ. അയാള് ഈ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട ആള് ഫുട്ബോൾ കരിയർ നശിച്ചു. നല്ലൊരു കളിക്കാരൻ. ലോകത്ത് ഫുട്ബോളിൽ 5 സ്കില്ലുള്ള കളിക്കാരാണ് ഞാൻ പഠനം നടത്തിയിട്ട് കണ്ടത്. ഒന്ന് നൈജീരിയന്റെ ജെ ഒക്കോച്ചോ, 2 റൊണാൾഡീഞ്ഞോ, 3 ഡീഗോ അർമാൻഡോ മറഡോണ, 4 നെയ്മർ ജൂനിയർ, 5 ലയണൽ മെസ്സി. ഈ 5 കളിക്കാർക്കാണ് ഏറ്റവും ടാലന്റ്, നല്ല സ്കില്ലുള്ളത്. നല്ല സ്കില്ലുള്ള പ്ലേയേഴ്സ്. ഫുട്ബോളിൽ സ്കില്ലും ഉണ്ട്, ഫിസിക്കലും ഉണ്ട്. സ്കില്ലുള്ള കളിക്കാരാണ് എല്ലാ കോച്ചസ് ഇഷ്ടപ്പെടും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോള് അടിച്ച് പുറത്തടിക്കുന്നു. സ്കില്ലാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കളി മൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 2022 വേൾഡ് കപ്പിൽ തന്നെ നെയ്മർ ക്രൊയേഷ്യക്കെതിരെ അടിച്ച ഗോള്, അത് അയാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അയാൾ അത്ര ഗ്യാപ്പ് കൂടി കടന്നു പോയിട്ടാണ് ആ ഗോൾ അടിക്കുന്നത്. അതാണ് സ്കില്ലുള്ള പ്ലെയർ പ്രത്യേകത. അതുപോലെ 2019 കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനക്കാർ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അയാളെ കളി കണ്ടിട്ട് അവർ പോലും ഇതായിരിക്കും, അയാളെ പിന്തുടരുക, അയാളെ വലിച്ചിടുക, അയാളെ ടാക്കിൾ ചെയ്യുക. ഈ 3 കളിക്കാരാണ് ചെയ്തത്. അതായത് ഒന്ന് റൊമാറോ, ഔട്ടമെൻഡി, ഡീപോൾ. ഈ 3 കളിക്കാർ അയാളെ ടാക്കിൾ ചെയ്യുന്നിരുന്നു അന്നത്തെ ഫൈനലിൽ സംഭവിച്ചത്. ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏഷ്യൻ ടീമുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏഷ്യൻ ടീമുകൾ സൗദി അത്യാവശ്യം നിലവാരമുള്ളൊരു ടീമുണ്ട്. അതുപോലെ ഖത്തർ, മോയിസ് അലി, അക്രം മഫീഫ്, ഹസൻ ഐദ്രോസ്, പെഡ്രോ മിഗേൽ, മുഹമ്മദ് തഹസീൻ എന്ന് പറഞ്ഞൊരു മലയാളിയും കൂടിയുണ്ട്. അത് ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. അതിൽ നമുക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാം. അത് മലയാളി കൂടിയാണ്, കണ്ണൂർക്കാരനാണ് അല്ലെ. ഇപ്പൊ അബ്ബാസ് ജോലി ചെയ്യുന്ന ഖത്തറാണ്. ആ ഖത്തറിനാണ് ഇപ്പൊ ഒരു മലയാളി ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഞാൻ ആ പ്ലെയറെ കുറിച്ചിട്ട് ഞാനവിടെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സെനഗലിൻ്റെ ഒരു അവിടുത്തെ ആസ്പെർ അക്കാദമിയിൽ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ സെനഗലിലുള്ള മുഹമ്മദ് പറഞ്ഞത്. പുള്ളി അവിടെ റെസ്റ്റോറൻറ്റ് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പയ്യന് പിന്നെ ഇന്ത്യക്കും വേണ്ടി കളിക്കാത്ത വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഫുട്ബോളിന്. അതുകൊണ്ടാണ് പുള്ളി ഇവിടെ ആസ്പെയറിൽ കളി പഠിച്ച് ഇവിടെ ഖത്തറിന് വേണ്ടി കളിക്കണമെന്ന് പറഞ്ഞു.
ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മാനവികതയും കൂടി അടങ്ങിയതാണ് അല്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഫുട്ബോൾ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഓരോ കളിക്കാർ ചെയ്യുന്ന അവരെ രാജ്യത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ സെനഗലിന്റെ സാദിയോ മാനെ അയാളെ രാജ്യത്ത് ചെയ്യുന്നത് അവിടെ സ്കൂള്, ഹോസ്പിറ്റല്, പിന്നെ പാവപ്പെട്ട ജനങ്ങളെ ഇത്ര ഇതൊക്കെ കൊടുക്കുകയാണ്. അതിനാണ് അയാൾ ഇപ്പോഴും ഒരു പൊട്ടിയ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. പത്രക്കാർ ചോദിക്കുക എന്താ, അപ്പോൾ അയാൾ പറഞ്ഞാൽ എനിക്കൊരു 10 ഫെറാറി വാങ്ങാൻ കഴിയും, 2 ജെറ്റ് വിമാനം വീഴും, അതൊന്നും എനിക്ക് വേണം, എനിക്ക് എൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതാണ് ഫുട്ബോൾ. അതുപോലെ ഈ സിദാൻ്റെ നേതൃത്വത്തിലൊരു ലെജൻഡ് ഫുട്ബോൾ സംഘടന ഉണ്ട്. അവരെ പരിപാടി എന്താ വെച്ചാൽ ദരിദ്ര രാജ്യത്ത് ചെന്നിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തുള്ള ആളുകളെ സഹായിക്കും. അതാണ് ഫുട്ബോൾ. അതുപോലെ ഈ മൊറോക്കോ ഭൂകമ്പത്തിൽ ഒരു ഫാമിലി വീട് ഇതൊക്കെ തകർന്ന് ഭൂകമ്പത്തിൽ അവൻ്റെ ഉമ്മ വാപ്പൊക്കെ അബ്ദുറഹീം വാഹിദ് എന്ന പയ്യൻ്റെ പേര്, അവന് റിയൽ മാഡ്രിഡ് ജയിച്ചിട്ടിട്ട് ആ തകർന്ന വീടിൻ്റെ പുറത്ത് നിൽക്കുക. ഇത് റിയൽ മാഡ്രിഡ് ക്ലബ്ബ് കാണുക. നേരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവനെ കൊടുന്നിട്ട് റിയൽ മാഡ്രിഡിൻ്റെ ഗ്രൗണ്ടിൽ കൊടുന്ന് അവതരിപ്പിച്ചിരുന്നു. പിന്നെ അവനെ റിയൽ മാഡ്രിഡിൻ്റെ ലാപ്പാർട്ട് അക്കാദമിയിൽ ചേർത്തും കൂടിയും ചെയ്തു. അതാണ് ഫുട്ബോൾ. അതുപോലെ ഈജിപ്തിൻ്റെ മുഹമ്മദ് സല, അയാളെ നാട്ടിൽ നല്ല ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ കളിക്കാർ ചെയ്യുന്നത്. അതുപോലെ ഈ അർജൻറ്റീനേൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അയാൾ വ്യത്യസ്തമായ ലീഗിലൊക്കെ കളിച്ചു. കാർലോസ് ടവസ് എന്ന പുള്ളിയുടെ പേര്. അയാൾ കളി തുടങ്ങിയത് ബ്രസീലിയ ലീഗിൽ കൊറിന്ത്യൻസ് കളിച്ചിട്ട് പിന്നെ ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗിൽ വന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് കളിച്ചു, പിന്നെ മാൻ യുണൈറ്റഡ് കളിച്ചു, മാൻ സിറ്റി കളിച്ചു, പിന്നെ അവിടുന്ന് മാറിയിട്ട് പിന്നെ ഇറ്റാലിയൻ ലീഗിൽ ജുവൻറ്റസ് കളിച്ചു, പിന്നെ അവിടുന്ന് മാറിയിട്ട് ചൈന ലീഗ് പോയിട്ട് കളിച്ചു. അങ്ങനെ ഇയാളെല്ലാവരും വിമർശിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കും അറിയാം, എൻ്റെ ഏജൻറ്റിനും അറിയാം ഞാൻ എന്തിനാ ക്ലബ്ബ് മാറിയെന്ന്. ഞാൻ 60 കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, 15 വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഞാൻ ഈ ക്ലബ്ബ് ഇങ്ങനെ മാറിയിരുന്നത്. എനിക്ക് പൈസ കിട്ടും, അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചാരിറ്റി ചെയ്യാൻ കഴിയും. അതാണ് ഫുട്ബോൾ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പല സംഗതികളും ഫുട്ബോളിലുണ്ട്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഫുട്ബോളിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത്. അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു കളി എന്നതിലുപരി. ഇപ്പോൾ ലോകകപ്പ് ഇപ്പോൾ തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമ്മളെ നാട്ടിലൊക്കെ ഓരോരോ ടീമുകൾക്ക് വേണ്ടിയിട്ട് കൊടിതോരണങ്ങളൊക്കെ വിവിധ ടൗണുകളിൽ, ഗ്രാമങ്ങളിലൊക്കെ ഉയരുകയായി. പക്ഷെ നമ്മൾ കാലാകാലം ഈ അന്യരാജ്യത്തിന് വേണ്ടി കൊടി പിടിക്കുക എന്നല്ലാതെ നമ്മുടെ നാട് ഒരു ലോകകപ്പ് കളിക്കുന്ന ഒരു കാലം വന്നെത്തുമോ? നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യയിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതിനുള്ള താല്പര്യമുള്ള സ്പോർട്സ് മിനിസ്റ്റേഴ്സ് വേണം, നല്ല ഗ്രൗണ്ടുകൾ വേണം, നല്ല അക്കാദമികൾ വേണം, നല്ല സ്കില്ലുള്ള പിള്ളേരൊക്കെ ഉണ്ട് ഈ മണിപ്പൂർ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ. അവരൊക്കെ എടുത്തിട്ട് നല്ല ഇത് കൊടുത്താൽ നല്ല ഫുട്ബോൾ ടീം ഇന്ത്യയിലും വളർത്താം. പക്ഷെ അതിനാരും ശ്രമിക്കൂല. ഇവിടെ പൊളിറ്റിക്സ് കളിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ടീം ഒരു കാലത്ത് 1954 ഈ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം വരെ എത്തിയ ടീമുണ്ടായിരുന്നു. ഈ SM റഹീം എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു കോച്ചൊക്കെ ഉണ്ട്. അന്ന് ഇന്ത്യ കൊറിയക്കും ജപ്പാനും കളിക്കാനുള്ള ടീമുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു ഗോൾ കീപ്പറൊക്കെ ഉണ്ടായിരുന്നു, പീറ്റർ തങ്കരാജ് എന്നാണ്. ഏഷ്യൻ മികച്ച ഗോൾ കീപ്പറായിരുന്നു. ആ ടീമിനെ പോലും മറന്ന രാജ്യമാണ് നമ്മളെ ഇന്ത്യ. ആ ടീം അംഗങ്ങൾ ഒറ്റൊരു ഫോട്ടോ പോലും IFAന്റെ ആസ്ഥാനത്തില്ല. ആ കോച്ചിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. SM റഹീം സാഹിബ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രഗത്ഭനായ ഒരു കോച്ചായിരുന്നു. ആ ടീമിനെ പോലും മറന്നു. ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം കിട്ടിയ ടീമാണ്. ആ ടീമിൽ ഒരുപാട് കളിക്കാരുണ്ട്, ഒളിമ്പിയ റഹ്മാനെ പോലെ, പിന്നെ അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. ചുനിഗോ സാമി, അങ്ങനത്തെ പ്രഗത്ഭരായ കളിക്കാരൊന്നും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുട്ബോള് പിറകോട്ടാണ് അല്ലേ? ISL അതും കഴിഞ്ഞു, അതിന്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇന്ത്യയിൽ അതിനുള്ള ഇതില്ല. ഭരണാധികാരികൾക്ക് ഒട്ടും താല്പര്യമില്ല ഫുട്ബോൾ വളർത്തണം. എല്ലാവരും ക്രിക്കറ്റിന്റെ പിറകെയാണ് അല്ലേ? അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെ ഈ ഭരണാധികാരികൾ ഈ ഫുട്ബോളിനോടുള്ള ഒരു ചിറ്റമനായ ഉണ്ടല്ലോ, അതിന് പണം മുടക്കാതെ അതിന് താല്പര്യമുള്ള മിനിസ്റ്റേഴ്സും അതിനുള്ള വലിയ സ്പോൺസർമാരൊക്കെ കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോൾ വളർത്താം. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടില്ല, ഓരോ ക്ലബ്ബുകളെ ആ കമ്പനിയാണ് സ്പോൺസർ ചെയ്യുക. ഭരണാധികാരികൾ മനസ്സ് വെക്കണം അല്ലേ? എത്ര കോടി ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് ഒരു 11 പേരെ തെരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു 11 പേരെ തെരഞ്ഞെടുത്ത് പരിശീലനം കൊടുക്കാൻ കഴിയില്ല. അതെ, ലോകത്ത് ഇപ്പോൾ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ്. അത് കഴിഞ്ഞാൽ ബാർസിലോണ, മാഞ്ചസ്റ്റർ, ജുവൻറ്റസ്, ചെൽസി, ഇങ്ങനത്തെ ക്ലബ്ബ്, ഇതൊക്കെ വലിയ വലിയ സ്പോൺസർമാർ ചെയ്യുന്നതാണ് ആ ക്ലബ്ബുകൾ. ഓരോ രാജ്യത്തിൻ്റെ വരുമാനം കൂടിയാണ് ഫുട്ബോൾ. ഇപ്പോൾ ബ്രസീൽ, അർജൻറ്റീന
ഇവരെ പ്ലേയേഴ്സ് 300 ചില്ലാനും കളിക്കാർ പല രാജ്യങ്ങളിലും ലീഗ് കളിക്കുന്നു. ഇവരൊക്കെ അവിടുത്തെ സർക്കാരിന് ടാക്സ് കൊടുക്കണം. അതിനവർ ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യണം. അവിടുത്തെ പ്രസിഡന്റിനെക്കാട്ടിയും പവർ അവിടുത്തെ ഫുട്ബോൾ കോച്ചിനാണ്. ബ്രസീൽ, അർജന്റീന അവരതാണ്. ഇപ്പോൾ ബ്രസീലൊക്കെ വേൾഡ് കപ്പ് നേടി ഒരു മാസം അവരെ ദേശീയ ഉത്സവമാണ്. വേൾഡ് കപ്പ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ദേശീയ പതാക അടക്കം താത്തി കിട്ടും. അതാ ബ്രസീൽ, അതവരെ ഫുട്ബോൾ. അബ്ബാസ്, ഏതായാലും ഇപ്രാവശ്യത്തെ ലോകകപ്പ് നാട്ടിൽ നിന്നാണ് കാണാന് അല്ലേ അതെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ലോകകപ്പ് കഴിഞ്ഞിട്ടാ ഖത്തർക്ക് മടങ്ങുക? ലോകകപ്പ് കഴിഞ്ഞിട്ടേ പോക്കുണ്ടോ. എത്ര വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നാട്ടില് ലോകകപ്പ് കാണുന്നത്? ഞാന് ഇപ്പൊ ഇവിടെ കാണുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിന് ഖത്തറിലാണ്. അതിന്റെ മുമ്പ് നാട്ടിലുണ്ടായിരുന്നോ? 2018 ഖത്തറിലാണ്. 14 നാട്ടിലുണ്ടായിരുന്നു, പിന്നെ 10 നാട്ടിലുണ്ടായിരുന്നു, 98 ഇവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ട്. 2006 സൗദിയിലായിരുന്നു, 2002 ഇവിടുന്ന് കണ്ടു. സൗദിയിലുണ്ടായിരുന്നോ? സൗദിയിൽ എവിടെയായിരുന്നു? കമീസ് മുഷയത്ത് അബഹക്ക് അടുത്ത്. സൗദിയൊക്കെ ഫുട്ബോൾ താരങ്ങൾക്ക് നല്ലതല്ല കൊടുക്കുന്നത്. ഇപ്പൊ മാജിദ് അബ്ദുള്ളക്കൊക്കെ സൗദി കൊടുത്ത. സൗദി ഫുട്ബോളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൗദി ഫുട്ബോളില് ഒരു കാലത്ത് നല്ല ടീമുണ്ടായിരുന്നു. മാജിദ് അബ്ദുള്ള മരുഭൂമിയിലെ പെലെന്നാണ് വിശേഷിപ്പിക്കാറ്. അബ്ദുൽ ഖനി, മുഹമ്മദ് നൂർ, സാമിയൽ ജാബർ, നാസർ ഖത്താനി, അങ്ങനത്തെ ഒരു നിര ഉണ്ടായിരുന്നു സൗദിക്ക്. നമ്മള് സൗദിനെ കുറിച്ച് പറയുമ്പോൾ സൗദിന്റെ സയ്യിദ് ഓബേരാന്റെ ഒരു ഗോള് അബ്ബാസ് ഓർക്കുന്നുണ്ടോ? 16 സെക്കൻഡ്. ആ ഗോളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. 16 സെക്കൻഡിൽ ആ ഗോളിനൊന്നും ആരും മറികടന്നിട്ടില്ല. ലോകകപ്പിലെ ഏറ്റവും വേഗതയുള്ള ഒരു ഗോളാണ്. 16 സെക്കൻഡിൽ കളി തുടങ്ങി. അന്ന് അയാൾക്ക് സൗദി ഗവൺമെന്റ് കൊടുത്ത റോൾസ് റോയ്സ് കാറും ഈത്തപ്പനത്തോട്ടൊക്കെ എന്ന് പറഞ്ഞേക്കാം 94-ല്. അത്രയും കളിക്കാർക്ക് റെസ്പെക്ട് കൊടുക്കുന്ന രാജ്യം സൗദി അറേബ്യ. അതുകൊണ്ടാണ് അവിടെ ഫുട്ബോൾ വളരുന്നു. അവരൊക്കെ നമ്മളെ പിറകില് ഫുട്ബോളോട്ട് വന്ന ആളുകൾ. കല്യാണം പോലെ അന്വേഷിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആളുണ്ടോന്ന് ചോദിക്കാം വീട്ടില്. അങ്ങനെ സൗദി അറേബ്യ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ പല ആളുകളും ഞാനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ എന്നോട് ഞാൻ പല കാൽപന്തിനോട് അത്രത്തോളം മുഹബത്താണ് അവർക്ക് അല്ലേ? ഞാനിപ്പോ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാൻ പറ്റി ആഫ്രിക്കക്കാരോടൊക്കെ സംസാരിക്കും ഫുട്ബോളിനെ കുറിച്ച്, അവരെ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. ഈ നൈജീരിയൻ്റെയും ഗാനൻ്റെയും. അപ്പൊ അവര് ചോദിക്കും നിങ്ങളെ ഇന്ത്യയില് ഫുട്ബോളിലല്ല ക്രിക്കറ്റ് കളി, നിങ്ങളെങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഫുട്ബോൾ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അവർക്ക് തന്നെ ഭയങ്കര താല്പര്യം ഈ ആഫ്രിക്കൻസ് ഒക്കെ. അബ്ബാസേ, ഈ കളിക്കാരെ പേരുകൾ, ടീമിന്റെ പേരുകൾ, ഇതിന്റെ ചരിത്രം, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഓർത്തെടുക്കുന്നത്? ഒരു കളി കാണുമ്പോൾ ആ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഫുള്ള് ഫോക്കസ് ചെയ്യും. അല്ലാതെ വേറൊരു കളി എന്നുള്ളതിൽ ആനന്ദം കണ്ടെത്തില്ല. ആ കളിക്കാരെ മൂവ്മെൻറ്റും കളിക്കാരെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ പ്ലേയേഴ്സിനെ പറ്റി പഠിക്കുക. പത്രവായന നന്നായിട്ട് വായിച്ചു അല്ലേ? ചെറുപ്പത്തിലേ ഉള്ള ശീലാണ് അല്ലേ? ഒരു 5-6 പത്രമൊക്കെ വായിച്ചിരുന്നു. സ്പോർട്സ് ആണ് അധികം വായിച്ചത്. സ്പോർട്സാ പത്രം കയ്യിൽ കിട്ടിയാൽ നേരെ ബാക്കിക്കാണ് മറിക്കലാണ് അല്ലേ? സ്പോർട്സ് പേജാണ് ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഈ ഫുട്ബോളിലുള്ള ആ പാണ്ഡിത്യം ഉണ്ടല്ലോ, അത് മാപ്പിളപ്പാട്ടിലുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇത് രണ്ടുപാടെ എങ്ങനെയാ ഒത്തുപോകുന്നത്? നമ്മളെ മലപ്പുറത്തെ മാപ്പിളപ്പാട്ട് ഫുട്ബോൾ ഒരേപോലെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ 12 വയസ്സ്, അതായത് മാപ്പിളപ്പാട്ട് പ്ലസ് ഫുട്ബോളാണ് അല്ലേ? ഞാൻ എന്റെ 12 വയസ്സ് തൊട്ട് തന്നെ മാപ്പിളപ്പാട്ട് ശ്രവിക്കണം. ഈ പണ്ട് ഈ കലക്ട്രേറ്റില് വിയൻകുട്ടിന്റെ പ്രോഗ്രാം ഉണ്ടാവും, ടൂറിസം വാരാഘോഷത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച നീണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികളാണ്. വിയൻകുട്ടിന്റെ ട്രൂപ്പിൽ നല്ല നല്ല പാട്ടുകാരുണ്ടായിരുന്നു. ഈ മൂവാറ്റുപ നിശമോള്, മുക്കം സാജിദ, വിളൽ ഫസീല, വടകര കൃഷ്ണദാസ്, മണ്ണൂർ പ്രകാശൻ, വസന്തകുമാർ, പ്രഭാകരൻ, ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. കവി മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിലൊരു അതുല്യ പ്രതിഭയാണ്. മോയിൻകുട്ടി വൈദ്യർ ജനിച്ചത് 1852-ലാണ്. 1892-ലാണ് മരണപ്പെടുന്നത്. 16-ാമത്തെ വയസ്സിലാണ് മോയിൻകുട്ടി വൈദ്യര് ബദർ മുനീർ ഉൽസുൽ ജമാൽ പ്രണയകാവ്യം എഴുതിയത്. 20-ാമത്തെ വയസ്സിലാണ് ബദർ പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ടൊക്കെ എഴുതിയത്. പിന്നെ ഹിജറ എഴുതുന്ന സമയത്താണ് ഇയാൾ മരണപ്പെടുന്നത്. ഹിജറ 26 ഇശല പുള്ളി എഴുതിയിട്ടുള്ളൂ. ബാക്കി 100 ഇശല അദ്ദേഹത്തിന്റെ വാപ്പ ഉണ്ണി മുഹമ്മദ് വൈദ്യരാണ് പൂർത്തീകരിച്ച് എഴുതിയിട്ടുള്ളത്. അതാണ് മോയിൻകുട്ടി വൈദ്യർ. ഈ മലപ്പുറം പാട്ടൊക്കെ പുള്ളി എഴുതിയത് 1883-ലാണ്. അത്രയും നല്ല പ്രഗത്ഭനായ ഒരു കവിയായിരുന്നു. കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ. വലിയ ആയുസില്ല.
അതുപോലെ മലപ്പുറത്ത് വേറെയും കവികളൊക്കെ ഉണ്ടായിരുന്നു. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് ഈ കർബല ചരിത്രം എഴുതിയ, അതുപോലെ വടക്കിനോടത്ത് അഹമ്മദ് കുട്ടിമൊല്ല ഈ ഖൈബർ പടപ്പാട്ട് എഴുതിയ, പിന്നെ മാളിയാത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് പൊന്നാനിക്കാരൻ പൊന്നാനി പടപ്പാട്ട് എഴുതിയ, അങ്ങനത്തെ ഒരുപാട് കവികൾ മലപ്പുറത്തുണ്ടായിരുന്നു. അബ്ബാസ് ഫുട്ബോളിലെ ടീമിനെ കുറിച്ചും കളിക്കാരെ കുറിച്ചൊക്കെ പറയുന്ന അതേ സ്പീഡിൽ തന്നെയാണ് മാപ്പിളപ്പാട്ടിലെ കവികളെ കുറിച്ചും മാപ്പിളപ്പാട്ട് രചയിതാക്കളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഫുട്ബോളിൽ എന്ന പോലെ തന്നെയാണ് മാപ്പിളപ്പാട്ടിലും അദ്ദേഹത്തിൻ്റെ അറിവ്. അബ്ബാസിനോട് ഇനിയും ഫുട്ബോളിനെ കുറിച്ച് കുറേ ചോദിക്കാനുണ്ട്. പക്ഷേ സമയപരിധി മൂലം ഞാൻ ഇനി അതിന് മുതിരുന്നില്ല. അബ്ബാസുമായുള്ള ഈ ഹ്രസ്വ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. അബ്ബാസെ, ഏതായാലും ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു. നന്ദി.